ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 6 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ബോളിവുഡിൽ നിന്നുള്ള ക്രാക്ക് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ OTT റിലീസ് സ്ഥിതി പ്രഖ്യാപനം ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇവരുന്ന ഏപ്രിൽ 26 തീയതി സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. വിദ്യുത് ജംവാലാണ് ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത്. നേരത്തെ കന്നഡയിൽ നിന്നും മലയാളത്തിൽ ഉൾപ്പെടെ OTT റിലീസ് ചെയ്ത രക്ഷിത് ഷെട്ടി സിനിമയാണല്ലോ സപ്തസാഗരത യെല്ലോ സൈഡ് ബി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് കൂടി ഇന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ടില്ലു സ്ക്വയർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് സ്ഥിതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ ബ്ലോക്ക് ബസ്റ്റർ സിനിമ വരുന്ന ആഴ്ച ഏപ്രിൽ 26 തീയതി, അതായത് കൃത്യം തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസത്തിന് മുന്നേ OTT റിലീസ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 26 നേരത്തെ പ്രതീക്ഷിച്ച പോലെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാനന്തൻ ഭാഷകളിലാണ് ഈ തെലുഗു സിനിമ OTT റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തിയ സമീപകാലത്തെ ബോളിവുഡ് സിനിമയാണല്ലോ തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞ ബഡേമിയാൻ ചോട്ടേമിയാൻ. അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് എന്നിവർ അഭിനയിച്ച സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ജൂൺ ജൂലൈ മാസത്തോടെ മാത്രമേ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ഒരുപക്ഷെ ടൈഗറിന്റെ ഇനിയും OTT റിലീസ് ചെയ്യാത്ത ഗണപത്ത് പോലെ തന്നെ ഈ സിനിമയുടെയും OTT റിലീസ് വൈകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ വിജയം നേടിയെടുത്ത ഒരു റീമേക്ക് സിനിമയാണല്ലോ ബോളിവുഡിൽ നിന്ന് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഷെയ്ത്താൻ. അജയ് ദേവ്ഗൺ നായകനെ എത്തിയ സിനിമയുടെ OTT അവകാശങ്ങളും ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം വരുന്ന ആഴ്ച ഏപ്രിൽ 26 OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. കാത്തിരിക്കൂ സിനിമയുടെ OTT റിലീസിനായിട്ട്. അവസാനത്തെ അപ്ഡേറ്റ് ജയ് ഗണേഷിൻ്റെതാണ്. ഉണ്ണി മുകുന്ദൻ നായകനെ എത്തി തിയേറ്ററുകളിലേക്ക് എത്തി ഏറെക്കുറെ പരാജയം ഉറപ്പിച്ച ജയ് ഗണേഷിന്റെ OTT അവകാശങ്ങൾ വിറ്റടിക്കപ്പെട്ടോ എന്ന് പൂർണ്ണമായിട്ടും ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കാൻ കൂടുതൽ സാധ്യത ആമസോൺ പ്രൈമിനാണ് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. സിനിമയുടെ സംവിധായകൻ രഞ്ജിത്ത് ശങ്കറിന്റെ കൂടുതൽ സിനിമകളും അതല്ലെങ്കിൽ സമീപകാല സിനിമകളെല്ലാം തന്നെ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈം തന്നെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. പ്രൈം സ്വന്തമാക്കുകയാണെങ്കിൽ സിനിമ അടുത്ത മാസം മെയ് മാസത്തോടെ തന്നെ OTT റിലീസ് ചെയ്യും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.